വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ 15-കാരൻ മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥി സംഘർഷം ആസൂത്രണം ചെയ്തത് സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെയെന്ന് കണ്ടെത്തി. ഷഹബാസിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചാൽ കൊന്നിരിക്കുമെന്ന് കൊലവിളി വന്ന കൂട്ടായ്മയിൽ 4 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അംഗങ്ങളാണെന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഷഹബാസിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികളെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. ഷഹബാസിന്റെ മൃതദേഹം അല്പസമയത്തിനകം കെടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. എളേറ്റിൽ MJHSSലെ 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷവും പ്രതികളുടെ മനസ്സിന്റെ നിഷ്ഠൂരത വെളിപ്പെടുത്തുന്ന ഓഡിയോ ആണിത്. ഇതുൾപ്പെടെ ഷഹബാസ് കൊല്ലപ്പെടാൻ കാരണമായ സംഘർഷം അടക്കം ആസൂത്രണം ചെയ്തത് സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെയാണെന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഘം 57 എന്ന കൂട്ടായ്മയിൽ എളേറ്റിൽ MJHSSലെയോ താമരശ്ശേരി HSSലെയോ വിദ്യാർത്ഥികൾ മാത്രമല്ല ഉള്ളത്. ചക്കാലക്കൽ HSS, പൂനൂർ HSS എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഇതിൽ അംഗങ്ങളാണ്. അവരും സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരി ട്രിസ് ട്യൂഷൻ സെന്ററിൽ നടന്ന ഫെയർവെൽ പ്രോഗ്രാമിലുണ്ടായ സംഘർഷമാണ് എല്ലാത്തിന്റെയും തുടക്കം. സ്വകാര്യ ട്യൂഷൻ സെന്ററിന്റെ സെന്റ് ഓഫ് പാർട്ടിയിൽ DJ പരിപാടി സംഘടിപ്പിച്ചതും സംശയ നിഴലിലാണ്. അതിന്റെ തുടർച്ചയായി നടന്ന ഏറ്റുമുട്ടലിൽ ഗുരുതര പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് ഇന്ന് പുലർച്ചെ 12:30 മരിച്ചത്. നഞ്ചക്ക് പോലുള്ള ഉപകരണം കൊണ്ട് തലയ്ക്ക് അടിയേറ്റതും കണ്ണിന് ശക്തമായി ഇടിച്ചതും ഷഹബാസിന്റെ മരണത്തിലേക്ക് നയിച്ചെന്ന് അയൽവാസിയായ മുഹമ്മദ് സ്വാലിഹിന്റെ വാക്കുകൾ. ഇവരെ കൂട്ടുകാരനാണ് ബൈക്കുമേൽ വെച്ചിട്ട് തൊട്ട വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഞാൻ പിന്നെ വന്നപ്പോൾ ഓന് വീണ് പോയിട്ടുണ്ട്. അപ്പം തന്നെ വില ബന്ധക്കാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ചതിന് അത്ര കിട്ടിയില്ല. കാരണം അടിൻ്റെ വെയിറ്റ് അത്രയും വെയിറ്റുള്ളൊരു അടിയാണ്. ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ അത്രയും ഒരു വെയിറ്റാണ്. കാരണം എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഇത് അടിച്ചത്. വലിയ ഉപകരണങ്ങളല്ല, ആയുധങ്ങൾ വെച്ചിട്ടല്ല. ഈ നെഞ്ചക്ക് പോലത്തെ അങ്ങനത്തെ സംഗതി കൊണ്ടാണ് അടിച്ചത്. അടി കൊണ്ടാണ്. സംഭവത്തിൽ കുറ്റക്കാരായ താമരശ്ശേരി HSSലെ 5 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കി. 5 പ്രതികൾക്കും ജാമ്യം നിഷേധിച്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇവരെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. SSLC പരീക്ഷാർത്ഥികളായതിനാൽ 5 പേരെയും പരീക്ഷ എഴുതാൻ അനുവദിച്ചു. അതിനിടെ ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ കൂടുതൽ പേർക്ക് അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.